ഇവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അള്ളാന്റെ ഹബീബായ തങ്ങൾ ഇബ്ലീസിനോട് ചോദിച്ചു, ഇബ്ലീസേ, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരാരാണ്? അവിടുന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയേ, ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരാരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പുറത്തു നിന്ന് സംസാരിച്ച് നടക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെയും ഇബ്ലീസിനോട് അള്ളാന്റെ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, ഇബ്ലീസേ, നീ എവിടെയാണ് താമസിക്കുന്നത് ഇബ്ലീസേ? അപ്പോൾ ഇബ്ലീസ് പറയുകയാണ്, ഞാൻ താമസിക്കുന്നത് മലിനമായ ഒരു സ്ഥലത്താണ്. മലിനമായ സ്ഥലത്താണ്, അഥവാ മനുഷ്യന്മാര് മലമൂത്ര വിസർജനം നടത്തുന്ന ബാത്റൂം ഉണ്ടല്ലോ, ആ ബാത്റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിലേക്ക് പോകുമ്പോ ഇടത് കാല് വെച്ച് കിടക്കണമെന്ന് അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദുആ ചെല്ലണമെന്ന് അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. തലമറയ്ക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര്, ബാത്റൂമിലേക്ക് കിടക്കുന്ന സമയത്ത്, ബാത്റൂമിലേക്ക് കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളൊരു ദുആ ചെല്ലണേ. എന്ന ആ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് കിടക്കണേ എന്ന് പറയാൻ കാരണം അവിടെ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണെന്ന് അള്ളാന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിലേക്ക് പോകുമ്പോ ഇടത് കാല് വെച്ച് കിടക്കണമെന്ന് അള്ളാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാ. ദുആ ചെല്ലണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. തലമറയ്ക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, എത്ര ആളുകളാ ശ്രദ്ധിക്കണം? ഇങ്ങോട്ട് നോക്കി, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? തല മറച്ചിട്ടാണോ പോണേ? ആണോ അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിൽ കിടക്കുമ്പോ തല മറച്ചിട്ട് പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെയാ നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാവണത്? വീട്ടിൽ നിൽക്കുമ്പോ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇങ്ങോട്ട് നോക്കി സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. തല മറച്ചിട്ട് വീട്ടിൽ നിൽക്കണം. അതെന്തുസ്താദേ, അങ്ങനെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലേ എന്നൊരാളും പറയണ്ട.